ഓഫീസിലേക്ക് പോകാനായി റെഡിയാകുകയായിരുന്നു ലീന. അമ്മു ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ലീന വന്ന് അവളുടെ അടുത്ത് നിന്നു. അവളെ ചേർത്ത് പിടിച്ചു. അമ്മു, കരയാനാണെങ്കിൽ നിനക്ക് എന്നും കരയാനേ നേരമുണ്ടാകും. നിന്നെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ, ഒരു പെൺകുട്ടിയാണെന്ന് പോലും ഓർക്കാതെ തെരുവിലേക്ക് ഇറക്കി വിട്ട് അവരെ ഓർത്താണോ നീ ഇങ്ങനെ കരയുന്നത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ലീന അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് ലീനയെ ദയനീയമായി നോക്കി. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല അമ്മോ, യാഥാർത്ഥ്യം നീ മനസ്സിലാക്കണം. അവരോടൊക്കെ ക്ഷമിക്കാനും എല്ലാം മറക്കാനും നിനക്ക് കഴിയൂ? ലീനയുടെ ചോദ്യം കേട്ട് കുറച്ചു സമയം അവൾ ഒന്നും പറയാതെ പുറത്തേക്ക് നോക്കി നിന്നു. എന്നിട്ട് ലീനയോടായി പറഞ്ഞു, അവരിലേക്ക് ഇനി എനിക്കൊരു മടങ്ങിപ്പോക്ക് ഇല്ല ലീന. ചിലപ്പോ ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ അവരോട് ക്ഷമിക്കുമായിരിക്കും, പക്ഷെ ഒന്നും മറക്കില്ല. പിന്നെ സങ്കടമുണ്ട്. 21 വർഷം കൂടെ കൊണ്ടു നടന്ന സ്വന്തം മകളേക്കാൾ വിശ്വാസം ഇന്നലെ കണ്ടവരാണെന്ന് ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട്. ഒരു തെറ്റും ചെയ്യാതെ അപമാനിക്കപ്പെട്ടത് ഓർക്കുമ്പോൾ, പ്രിയപ്പെട്ടവർ തന്നെ തല്ലി ഇറക്കി വിട്ടത് ഓർക്കുമ്പോൾ അതിനേക്കാൾ വേദനയുണ്ട്. കുഞ്ഞുനാൾ മുതൽ അപ്പുവേട്ടനായിരുന്നു എല്ലാം. ഏട്ടന്റെ രാജകുമാരിയായിരുന്നു. എന്റെ മനസ്സിലുള്ളത് മുഖത്ത് നോക്കിയാൽ അപ്പുവേട്ടനെ അറിയാൻ പറ്റുമെന്ന ഏട്ടൻ പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ എല്ലാം എന്റെ തെറ്റായ ധാരണയായിരുന്നു. ആർക്കും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കണ്ണി കണ്ടത് വിശ്വസിച്ച് ഞാൻ തെറ്റുകാരിയാണെന്ന് മുദ്രകുത്തി. ഏട്ടന്റെ രാജകുമാരി ആയിരുന്നവൾ ഒരു നിമിഷം കൊണ്ട് പിഴച്ചവളായി. അവൾ ഒരു പുച്ഛ ചിരിയോടെ പറഞ്ഞു. ലീന ഒരു പിടച്ചിലോടെ അവളെ ചേർത്ത് പിടിച്ചു. അമ്മ ഒരു തേങ്ങലോടെ അവളുടെ മാറിൽ മുഖം അമർത്തി നിന്നു. വിഷമിക്കല്ലേടാ, ഞങ്ങളില്ലേ നിനക്ക്? ആരൊക്കെ ഇല്ലെങ്കിലും ഞങ്ങളുണ്ടാകും നിന്റെ കൂടെ എന്നും. സങ്കടപ്പെടല്ലേ. ഓരോന്ന് പറഞ്ഞ് ലീന അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. ലീനയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു. അവൾ ഇതുവരെ ഇറങ്ങിയില്ലേടാ. റെഡിയായി വന്ന എബി ലീനയെ കാണാത്തത് കൊണ്ട് സോഫയിലിരുന്ന് ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരുന്ന അലക്സിനോട് ചോദിച്ചു. അവൻ മുഖമുയർത്തി നോക്കിയതും ലീന ഡോർ തുറന്ന് ഇറങ്ങി വരുന്നതാണ് കണ്ടത്. ഇത്രയും നേരം എവിടെ പോയി കിടക്കുവായിരുന്നടി? എബി അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു. ദേ മനുഷ്യ, എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ, തന്നോട് ഞാൻ പറഞ്ഞോടും എന്നെ കാത്തു നിൽക്കാൻ. ഞാൻ എനിക്ക് തോന്നുമ്പോ വരും. അത്രയ്ക്ക് തിരക്കാരെങ്കിൽ പൊയ്ക്കൂടായിരുന്നോ? അതും പറഞ്ഞുകൊണ്ട് അവൾ സോഫയിൽ കിടന്ന അവളുടെ ബാഗ് എടുത്തു. അവളുടെ സംസാരം കേട്ട് ഒരു നിമിഷം എബി മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ചു. എന്നിട്ട് ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് നോക്കി നിന്ന അലക്സ് ദേഷ്യത്തോടെ ലീനയെ നോക്കി. കർത്താവേ, പണി പാളിയോ? അമ്മ പറഞ്ഞത് കേട്ട് അവളുടെ വീട്ടുകാരോട് വല്ലാത്ത ദേഷ്യം തോന്നി. ആ ദേഷ്യത്തിൽ ഇറങ്ങി വന്നപ്പോഴാ എബിച്ചായ അങ്ങനെ ചോദിച്ചത്. അവരോടുള്ള ദേഷ്യമാണല്ലോ ഇച്ചായനോട് തീർത്തത്. അല്ലെങ്കിലും എന്റെ നാവ് അടങ്ങിയിരിക്കില്ലല്ലോ. എന്റെ ഈശോയെ, ഇനി ഇതിനെ എങ്ങനെ മെരുക്കും? അവൾ ദയനീയമായി അലക്സിനെ നോക്കി. മിഴിച്ചു നിൽക്കാതെ പോവാൻ നോക്കടി അവന്റെ കൂടെ. അലക്സ് ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ബാഗും കൊണ്ട് ഇറങ്ങി ഓടി. അവളുടെ ഓട്ടം കണ്ട് അലക്സ് അറിയാതെ ചിരിച്ചുപോയി. അവൻ ചിരിച്ചുകൊണ്ട് തന്നെ തിരിഞ്ഞതും തന്നെ നോക്കി മിഴിച്ചു നിൽക്കുന്ന അമ്മുവിനെയാണ് കണ്ടത്. എന്താ? അവൻ ഒരു പുരിക ഉയർത്തി എന്താന്നുള്ള രീതി അവളോട് ചോദിച്ചു. അവൾ ഒന്നുമില്ല എന്ന രീതി തോളുയർത്തി കാണിച്ചു. അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കിയതും അവൾ പയ്യെ തിരിഞ്ഞു നടന്നു. അമ്മു. പെട്ടെന്നാണ് അലക്സ് അവളെ വിളിച്ചത്. അവൻ വിളിച്ചത് കേട്ടതും അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കി. കുറച്ച് വെള്ളം എടുത്തു തരാമോ? അവൻ അവളോടായി പറഞ്ഞു. അത് കേട്ടതും അവൾ തല കുലുക്കിക്കൊണ്ട് കിച്ചണിലേക്ക് പോയി. അവളുടെ പോക്ക് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് സോഫയിലിരുന്നു ലാപ്പെടുത്തു വെച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. ഇച്ചായ. അമ്മുവിന്റെ ഇച്ചായ എന്നുള്ള വിളി കേട്ട് അവൻ ഞെട്ടിത്തരിച്ച് അവളെ നോക്കി നിന്നു. അവൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു അവളുടെ നാവിൽ നിന്നും അങ്ങനെ ഒരു വിളി. അവന്റെ കണ്ണുകളിൽ നീർത്തുള്ളികൾ നിറഞ്ഞു. അമ്മു അവന് നേരെ ഗ്ലാസ് നീട്ടിയിട്ടും അവൻ അത് വാങ്ങാതെ അവളെ നോക്കിക്കൊണ്ട് നിന്നു. കുറച്ചു നേരമായിട്ടും അവൻ ഗ്ലാസ് വാങ്ങാത്തത് കൊണ്ട് അവൾ അവനെ വീണ്ടും വിളിച്ചു. ഇച്ചായ. അവൻ അവളെ തന്നെ നോക്കിയിരുന്നത് കൊണ്ട് അവൾ നീട്ടിപ്പിടിച്ച ഗ്ലാസ് ഒന്നും അവൻ കണ്ടിരുന്നില്ല. വീണ്ടും അവൻ വിളിക്കുന്നത് കേട്ട് അവൻ ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. അവന്റെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ട് അവളും ആകെ പരിഭ്രമിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ ഒന്നും ഇടാതെ നിൽക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു. താൻ അങ്ങനെ വിളിച്ചപ്പോ ഒന്ന് ഞെട്ടി, അത്രേ ഉള്ളൂ. അവൻ അവളുടെ കയ്യിൽ നിന്നും വെള്ളം വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടപ്പോ അവൾക്ക് എന്തോ പോലെ തോന്നി. ലീന വിളിക്കുന്നത് കേട്ടപ്പോഴാണ് അവളും അങ്ങനെ വിളിച്ചത്. അത് ഞാൻ ലീന അങ്ങനെയല്ലേ വിളിക്കുന്നേ, അതുകൊണ്ടാ അങ്ങനെ വിളിച്ച്. ഇഷ്ടായില്ലെങ്കിൽ ഇനി വിളിക്കില്ല. അവന് ഇഷ്ടമായില്ലെന്ന് കരുതി അവൾ വല്ലായ്മയോടെ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അവന് ചെറുതായ വിഷമം തോന്നി. തന്നെ ലീന കാണുന്നത് പോലെയാണോ അമ്മവും കാണുന്നത് എന്ന് ആലോചിച്ചപ്പോൾ അവന്റെ മുഖം മങ്ങി. അവൻ അവളുടെ മുഖത്ത് തന്നെ നോക്കി നിന്നു. എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. താൻ അങ്ങനെ തന്നെ വിളിച്ചു, എനിക്കും അതാ ഇഷ്ടം. അതും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ കിച്ചണിലേക്ക് കയറിക്കോ. വെറുതെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. നടക്കുന്നതിനിടെ അവൻ വിളിച്ചു പറഞ്ഞു. അവൻ പോയ വഴി ഒന്ന് നോക്കിയിട്ട് അവൾ കിച്ചണിലേക്ക് നടന്നു. കാറിലിരുന്ന് എബി ഒന്നും മിണ്ടിയില്ല. നേരെ നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. അവന്റെ ദേഷ്യം മുഴുവൻ സ്റ്റിയറിംഗിൽ തീർക്കുന്നുമുണ്ട്. ലീനയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. കർത്താവേ, കട്ട കലിപ്പാണല്ലോ. ഇന്ന് എന്റെ കാര്യത്തിൽ തീരുമാനമാകും.
അവൾ ആത്മകഥം പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. ഇച്ചായ. എങ്ങനെയൊക്കെയോ കുറച്ച് ധൈര്യം സംഭരിച്ച് അവൾ അവനെ വിളിച്ചു. അവൻ മൈൻഡ് ചെയ്യാതെ വണ്ടിയുടെ സ്പീഡ് കൂട്ടി. ഇച്ചായ സോറി, ഞാൻ അറിയാതെ പറഞ്ഞതാ. അപ്പോഴും അവൻ ഒന്നും മിണ്ടിയില്ല. ഇച്ചായ. അവൾ അവന്റെ കൈ പിടിച്ചുകൊണ്ട് വീണ്ടും വിളിച്ചു. മിണ്ടായിരിക്കുന്നുണ്ടോ ലീന? ഒരു സമാധാനവും തരില്ല. എന്നതാ നിന്റെ പ്രശ്നം? വായി തോന്നിയത് വിളിച്ചു പറഞ്ഞിട്ട് പിന്നീട് സോറിയും പറഞ്ഞ് വന്നാ മതിയല്ലോ. ഞാൻ എന്നതാടി വെറും ഉണ്ണാക്കനാണെന്ന് കരുതിയോ? നീ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ അതോ നിനക്കെല്ലാം തമാശയാണോ? നിന്റെ ഓരോ പ്രവൃത്തികളും എനിക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്നത് ലീന. അവൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് വണ്ടിയുടെ സ്പീഡ് കൂട്ടി. കുറച്ച് മുന്നോട്ട് പോയതും സൈഡിൽ നിന്നൊരു തേങ്ങ കേട്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. ലീന അവിടെ രണ്ട് കൈ കൊണ്ടും മുഖം മറിച്ച് ഏങ്ങ കരയുന്നതാണ് കണ്ടത്. അവൻ വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കി നിർത്തി അവളുടെ തോളിൽ കൈവച്ചു. ആ നിമിഷം തന്നെ അവൾ അവന്റെ നെഞ്ചിലേക്ക് വീണുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. സോറി ഇച്ചായ, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, പെട്ടെന്നറിയാതെ വായിന്ന് വീണുപോയതാ. ആ സമയത്ത് അമ്മുവിന്റെ സങ്കടം കണ്ടപ്പോ, അവൾ അനുഭവിച്ചതൊക്കെ ഓർത്തപ്പോ വല്ലാതെ ദേഷ്യം വന്നു. അയാൾ അവളെ വിവാഹം കഴിച്ചില്ലായിരുന്നെങ്കിൽ അലക്സ് ഇച്ചായന്റെ പെണ്ണായി ഇച്ചായന്റെ മിന്നുവിട്ട് നമ്മുടെ തറവാട്ടി ഉണ്ടാവില്ലായിരുന്നു. എങ്കിൽ അവൾ ഇതൊന്നും അനുഭവിക്കേണ്ടിയിരുന്നില്ലല്ലോ. ഇതിപ്പോ എല്ലാവരും കൂടി അവളെ നിർബന്ധിച്ച് ഒരു ചതിയനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചിട്ട് ഇപ്പൊ അവളായില്ലേ കുറ്റക്കാരി. അവളെ ഒന്ന് കേൾക്കാൻ പോലും തയ്യാറാകാതെ പെരുവഴിയിൽ ഇറക്കി വിട്ടില്ലേ. ഇന്നലെ നമ്മൾ അവളെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവളുടെ അവസ്ഥ? ഇതൊക്കെ ആലോചിച്ചപ്പോ എനിക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റിയില്ല. അതാ അങ്ങനെ പറഞ്ഞു പോയത് ഇച്ചായ. എന്നോട് ക്ഷമിക്കിച്ചായ. സോറി, ഐ എം റിയലി സോറി. പിന്നെയും എന്തൊക്കെയോ പദം പറഞ്ഞ് കരയുന്നവളെ അവൻ അലിവോടെ നോക്കി. ലേനു. തന്റെ നെഞ്ച് മുഖം അമർത്തി ഏങ്ങി കരയുന്നവളെ അവന്റെ രണ്ട് കൈ കൊണ്ട് ചേർത്ത് പിടിച്ച് അവൻ അവളുടെ കാതിലെ മുഖം അടുപ്പിച്ച് ആർദ്രമായി വിളിച്ചു. കൊച്ചുകുട്ടികളെ പോലെ ചുണ്ടു പിളർത്തി മുഖമുയർത്തി അവനെ നോക്കുന്നവളെ കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ അവളെ അവന്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ മുഖമെല്ലാം തുടച്ചു കൊടുത്തു. അപ്പോഴും അവൾ ഏങ്ങലടിച്ചുകൊണ്ടിരുന്നു. നോക്കില്ലേനു, നീ ഇപ്പൊ അമ്മുവിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടല്ലേ അവളെപ്പോ നമുക്ക് കിട്ടിയത്. എങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിലോ അവളിപ്പോ വിവേകിന്റെ ഭാര്യയായിട്ട് സന്തോഷത്തോടെ ജീവിക്കുമായിരുന്നു. അപ്പോഴേക്ക് അലക്സിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അവനെ പിന്നെ നമുക്ക് ഈ ജന്മ സന്തോഷത്തോടെ കാണാൻ പറ്റുമായിരുന്നോ? ഇന്നലെ അമ്മുവിനെ കിട്ടുന്നത് വരെയുള്ള അവന്റെ അവസ്ഥ എന്തായിരുന്നു? അവളെ നഷ്ടപ്പെട്ട പിന്നെ അവനൊന്ന് ചിരിച്ചു കണ്ടിട്ടുണ്ടോ? മദ്യപിക്കാതെ ഒരു രാത്രിയെങ്കിലും ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ? തകർന്നുകൊണ്ടിരിക്കുവല്ലായിരുന്നോ അവൻ? ഇന്നലെ രാത്രി അവൻ സുഖമായി ഉറങ്ങി. എന്തുകൊണ്ടാണെന്നോ? തൊട്ടടുത്ത് അവന്റെ പെണ്ണുണ്ടെന്നുള്ള വിശ്വാസത്തിൽ. നമ്മൾ ഇവിടെ കുറച്ച് സ്വാർത്ഥരായേ പറ്റൂലേനു. നമ്മുടെ പഴയ അലക്സിനെ നമുക്ക് വേണം, അതുപോലെ അവന്റെ പെണ്ണിനെ. അവളുടെ വീട്ടുകാർ അവളോട് ചെയ്തൊക്കെ വളരെ വലിയ ദ്രോഹം തന്നെയാണ്. പക്ഷെ അവരുടെ നല്ലതിനു വേണ്ടി നമ്മൾ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷെ ഇച്ചായ, അമ്മൂന് എപ്പോഴും ആ ചിന്തകൾ ഉണ്ടാകില്ലേ? എത്രയൊക്കെ ശ്രമിച്ചാലും ആ ചിന്തകളിൽ നിന്ന് അവളെ മോചിപ്പിക്കാൻ കഴിയോ? അവൾ ഒരു സംശയത്തോടെ അവനോട് ചോദിച്ചു. കഴിയും. അവളെ പഴയ അമ്മുവായി തന്നെ നമുക്ക് തിരികെ കൊണ്ടുവരണം. അവൻ ആത്മവിശ്വാസത്തോടെ അവളോട് പറഞ്ഞു. എന്നിട്ടും സംശയത്തോടെ നോക്കുന്ന ലീനയെ കണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ച് നെറുകയെ ചുണ്ടുകൾ ചേർത്തു. അവൾ കണ്ണുകൾ അടച്ച് ആ ചുംബനം സ്വീകരിച്ചു. ഇപ്പൊ എന്റെ ലീന കൊച്ചിന്റെ സങ്കടമൊക്കെ മാറിയോ? അവൻ അവളുടെ താടിയെ കൊഞ്ചിച്ചുകൊണ്ട് ചോദിച്ചു. പോയിച്ചായ, അവൾ കുറുമ്പോടെ പറഞ്ഞിട്ട് തിരിഞ്ഞിരുന്നു. എല്ലാം നമുക്ക് ശരിയാക്കാടി ലീന കൊച്ചേ, അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴേക്കും അവൾ അവന്റെ തോളിൽ ചാഞ്ഞിരുന്നിരുന്നു. ഇച്ചായ, എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ? ഞാൻ അന്നേരം ദേഷ്യപ്പെട്ടത്. വണ്ടി കുറച്ച് മുന്നോട്ട് പോയതും ലീന വീണ്ടും അവനോട് ചോദിച്ചു. ദേഷ്യം ഉണ്ടായിരുന്നു, നീ എന്നെ മനസ്സിലാക്കുന്നില്ലെന്ന് ഓർത്ത് നല്ല ദേഷ്യം വന്നത്. ഇപ്പൊ അതൊക്കെ മാറി. എന്റെ കൊച്ചിനെ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. അവൻ ചെറുചിരിയോടെ അവളോട് പറഞ്ഞു. അവളിലും ആ പുഞ്ചിരി തെളിഞ്ഞു. കുറച്ചു നേരം രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. നീ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ലീന, അറിയുമ്പോ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാകും. അയ്യോ ഇല്ല ചായ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറയാം. അതും പറഞ്ഞ് അവൾ വേഗം ഫോണെടുത്ത് മാളിയേക്കിലേക്ക് വിളിച്ചു. രാവിലെ എല്ലാവരും ഒരുപാട് ലേറ്റായാണ് എഴുന്നേറ്റത്. എല്ലാവർക്കും യാത്ര ചെയ്ത ക്ഷീണം നന്നായിട്ടുണ്ടായിരുന്നു. എൽസമ്മയും റോസിയമ്മയും കൂടി കിച്ചണിൽ കയറി പാചകം തുടങ്ങി. എത്ര ജോലിക്കാരുണ്ടെങ്കിലും എൽസമ്മയും റോസിയമ്മയും കൂടിയാണ് അവിടെ പാചകം ചെയ്യുന്നത്. അതാണ് അവിടെ എല്ലാവർക്കും ഇഷ്ടവും. എന്നതാ എൽസേച്ചിയുടെ മുഖം വല്ലാതിരിക്കുന്നേ? മാത്യു ചായ എന്നതേലും പറഞ്ഞോ? എൽസമ്മയുടെ മുഖം വല്ലാതിരിക്കുന്നത് കണ്ട് റോസി ചോദിച്ചു. ഒന്നുമില്ല റോസി, ഒരു തലവേദന, അവര് റോസിയമ്മയോട് പറഞ്ഞു. റോസി അവരുടെ അടുത്തേക്ക് ചെന്ന് അവിടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അലക്സ് വഴക്കുണ്ടാക്കിയോ? എൽസമ്മയുടെ മുഖം വല്ലാതായി. നിമിഷ നേരം കൊണ്ട് അവരുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു. അവർ മുഖം കുനിച്ചു നിന്നു. എന്നത്തിന് ചേച്ചി അവനെ വീണ്ടും നിർബന്ധിക്കാൻ പോയെ? അവൻ ആ പെൺകൊച്ചിനെ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ അവൻ അതിനെ കെട്ടു. ഇനി നിർബന്ധിച്ച് കെട്ടിച്ചാൽ തന്നെ എന്താ പ്രയോജനം? അവൻ അതിനെ സ്നേഹിക്കും. വെറുതെ എന്നാത്തിനാ ചേച്ചി? അവർ അത് പറഞ്ഞ് മുഴുവിപ്പിക്കാതെ നിർത്തി. എൽസമ്മ വളരെ വിഷമത്തോടെ അവരെ നോക്കി. അപ്പോഴാണ് അവരുടെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. അവർ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. അവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഒരു നടുക്കത്തോടെ റോസിയെ നോക്കി.
റോസിയമ്മ ആകാംക്ഷയോടെ അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നതാ എൽസേച്ചി, ആരാ വിളിച്ചേ? എൽസമ്മ സ്തബ്ധയായി നിൽക്കുന്നത് കണ്ട് റോസി ചോദിച്ചു. എന്നിട്ടും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന എൽസമ്മയെ ഒന്ന് നോക്കിയിട്ട് റോസി അവരുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ചെവിയോട് വെച്ചു. ഹലോ റോസിയമ്മേ, ഞാൻ അലീന. മോളായിരുന്നു. എൽസേച്ചി ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നത് കണ്ട് ആരാന്നറിയാനാ ഞാൻ ഫോൺ വാങ്ങിയത്. അത് ഞാനൊരു സന്തോഷ വാർത്ത പറഞ്ഞു, അതാ മമ്മ അന്തം വിട്ടിരിക്കുന്നത്. സന്തോഷ വാർത്തയോ? അതെന്നതാ ഇത്ര വലിയ സന്തോഷ വാർത്ത? അതോ റോസിയമ്മേ, നമുക്ക് നമ്മുടെ അമ്മോസിനെ തിരിച്ചു കിട്ടി. അമ്മോസിനെ തിരിച്ചു കിട്ടിയെന്നോ? നീ എന്നതാ കൊച്ചേ പറയുന്നത്? ഓ എന്റെ റോസിയമ്മേ, ഞാൻ തെളിച്ചു പറയാം. അതും പറഞ്ഞ് അവൾ അമ്മുവിനെ കണ്ടതും അവൾ അനുഭവിച്ചതും ഇപ്പോൾ അവൾ അവരുടെ അടുത്തുള്ള കാര്യം എല്ലാം പറഞ്ഞു. എല്ലാം കേട്ടത് റോസി ആകെ തറഞ്ഞു നിന്നു. അവർക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ലീനയോട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അവർ എൽസമ്മയെ നോക്കിയപ്പോൾ അവരുടെ മുഖത്ത് വിവേചിച്ചറിയാൻ പറ്റാത്ത ഭാവമായിരുന്നു. അവർ അവിടെയുള്ള ഒരു ചെയറിലേക്ക് ഇരുന്നു. ചേച്ചി എന്നതാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ലീനെക്കുറിച്ച് പറഞ്ഞ് കേട്ടില്ലയോ? നമ്മുടെ അമ്മമ്മോളെ നമുക്ക് തന്നെ കിട്ടിയെന്ന് റോസിയമ്മ സന്തോഷത്തോടെ അവരോട് പറഞ്ഞു. എന്നാ പറ്റി ചേച്ചി? ചേച്ചിയുടെ മുഖത്തെന്നതാ ഒരു സന്തോഷമില്ലാത്തെ? എന്നിട്ടും എൽസമ്മയുടെ മുഖം തെളിയാത്തത് കണ്ട് റോസി അവരോട് സംശയത്തോടെ ചോദിച്ചു. റോസി ചോദിക്കുന്ന കേട്ട് എൽസമ്മ അവരെ ഒന്ന് നോക്കി. എന്നിട്ട് ഒരു നെടുവീർപ്പോടെ പറഞ്ഞു. ഒന്നുമില്ല റോസി, അമ്മൂനെ കുഞ്ഞിന് കിട്ടിയെന്ന് പറയുന്നു. പക്ഷെ ആ കൊച്ചിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? ഒരുത്തന്റെ കൂടെ 5-6 മാസം കഴിഞ്ഞതല്ലേ? അതിനെ എങ്ങനെയാ ഇനി നമ്മുടെ കുഞ്ഞിന്റെ കൂടെ കൂട്ടുന്നത്? ഒരു 2ാം കെട്ടുകാരിയാണോ നമ്മുടെ കുഞ്ഞിന്റെ പെണ്ണായി വരേണ്ടത്? എൽസമ്മ പറയുന്നത് കേട്ടതും റോസി അത്ഭുതത്തോടെ അവരെ നോക്കി. ചേച്ചി എന്നതൊക്കെയായി പറയുന്നേ? പെണ്ണിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് ശരീരത്തിനാണോ, മനസ്സിനല്ലേ? അത് മാത്രമല്ല, ലീനമോള് പറഞ്ഞ ചേച്ചി കേട്ടതല്ലേ? മിന്നുകെട്ടി എന്നൊരു ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ. ആ ചെക്ക ആ പെങ്കൊച്ചിനെ മനഃപൂർവ്വം ചതിച്ചതാ. അവന് വേറൊരു പെണ്ണുമായി ബന്ധമുണ്ടായിരുന്നത്രേ. മറ്റുള്ളവരെ കാണിക്കാനുള്ള ഒരു നാടകമായിരുന്നു അവനീ കല്യാണം. റോസിയമ്മ അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാലും നാട്ടുകാരെന്ത് പറയും? എൽസമ്മ ആകുലതയോടെ പറയുന്നത് കേട്ട് റോസിക്ക് ദേഷ്യം വന്നു. നാട്ടുകാരോട് പോവാൻ പറ, അവരല്ല മാളേക്ക് അലക്സ് മാത്യു വർഗീസിന് ചിലവിന് കൊടുക്കുന്നത്. അവർ ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് എൽസമ്മ അവരെ ദയനീയമായി നോക്കി. എൽസേച്ചിയുടെ വിഷമം എനിക്ക് മനസ്സിലാകും. സ്വന്തം കുഞ്ഞിന് ഏറ്റവും നല്ലത് തന്നെ കൊടുക്കണമെന്നത് എല്ലാ അമ്മമാരുടെ ആഗ്രഹമാണ്. പക്ഷെ നമ്മൾ നമ്മുടെ കുഞ്ഞിന്റെ സന്തോഷമല്ലേ നോക്കേണ്ടത്? ലോകത്തിലെ എന്ത് തന്നെ കൊണ്ടു കൊടുത്താലും അത് അമ്മുവിന് പകരമാവൂ? ഒരിക്കലുമില്ല. അമ്മുവിനെ നഷ്ടപ്പെട്ടപ്പോഴുള്ള അവന്റെ അവസ്ഥ ചേച്ചി ഇത്ര പെട്ടെന്ന് മറന്നു? ആ അവസ്ഥയിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റം വന്നത് വീണ്ടും അമ്മമ്മളെ കണ്ടതിന് ശേഷമല്ലേ? അപ്പോഴത്തെ നമ്മുടെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ട ചേച്ചിക്ക് എങ്ങനെയാ ഇങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നേ? ഇനി എന്ത് സംഭവിച്ചാലും അമ്മ കുഞ്ഞിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അവനെ പിരിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് ചേച്ചി ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കാൻ സന്തോഷത്തോടെ ഇരിക്കെ. ഞാൻ പോയി ഈ വിവരം എല്ലാവരോടും പറയട്ടെ. അതും പറഞ്ഞ റോസി റൂമിലേക്ക് പോയി. അപ്പോഴും എൽസമ്മ ഓരോന്നും ആലോചിച്ചിരുന്നതേയുള്ളൂ. അകത്തേക്ക് പോയ റോസിയമ്മ ആദ്യം തന്നെ വല്യമ്മച്ചിയോടും വല്യപ്പച്ചനോടും വിവരം പറഞ്ഞു. കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമായി. അമ്മുവിന്റെ കാര്യോർത്ത് വിഷമമായെങ്കിലും അവൾക്കൊരു ആപത്തും സംഭവിക്കാതെ സുരക്ഷിതമായി അവരുടെ അടുത്ത് തന്നെ എത്തിയതോർത്തപ്പോൾ വല്യമ്മച്ചി കർത്താവിന് നന്ദി പറഞ്ഞു. അപ്പോഴേക്കും മാത്യുച്ചനും മിക്കിച്ചാനും അവിടെ എത്തി. അവരോടും റോസിയമ്മ എല്ലാ വിവരവും പറഞ്ഞു. അവർക്ക് ഒരുപാട് സന്തോഷമായി. എത്രയും പെട്ടെന്ന് തന്നെ അമ്മമ്മളെ കാണാൻ പോകണമെന്ന് വല്യമ്മച്ചി വാശി പിടിച്ചപ്പോൾ അലക്സിനെ വിളിച്ചു ചോദിച്ച് അവിടുത്തെ അവസ്ഥ അറിഞ്ഞിട്ട് പോകാമെന്ന് മാത്യുച്ചായൻ പറഞ്ഞു. തങ്ങളുടെ കുഞ്ഞിന്റെ മുഖത്ത് ഇനി എന്നും ആ പഴയ സന്തോഷം ഉണ്ടാകുമെന്ന് ഓർത്തപ്പോൾ എല്ലാവരുടെ മുഖം പുഞ്ചിരിയാൽ വിടർന്നു. എന്നാൽ എൽസമ്മയുടെ മുഖത്ത് മാത്രം അത്ര തെളിച്ചം ഉണ്ടായിരുന്നില്ല. അത് മാത്യുച്ചായൻ ശ്രദ്ധിച്ചു. ഉച്ചക്കത്തേക്കുള്ള ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് കിച്ചനും ക്ലീൻ ചെയ്ത് റൂമിലേക്ക് പോകാനായി തിരിഞ്ഞപ്പോഴാണ് കൈകൾ കെട്ടി വാതിൽപ്പടി ചാരി നിന്നുകൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന അലക്സിനെ അമ്മ കാണുന്നത്. അവന്റെ നോട്ടത്തിൽ ആദ്യം അവളൊന്ന് പതറിയെങ്കിലും പിന്നെ അവനായി ഒരു വാടിയ ചിരി അവളും സമ്മാനിച്ചു. താൻ ഇത്ര പെട്ടെന്ന് പാചകമെല്ലാം ചെയ്തോ? അലക്സ് അകത്തേക്ക് കയറി ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുക്കുന്നതിനിടയിൽ അവളോട് ചോദിച്ചു. അതിന് അവളുടെ ഒരു പുഞ്ചിരിയായിരുന്നു മറുപടി. വെള്ളം കുടിച്ചിട്ട് കുപ്പി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവൻ ഓരോ പാത്രത്തിന്റെ അടപ്പ് തുറന്നു നോക്കി. ചോറും മെഴുക്ക് പുരട്ടിയും ചീരത്തോരനും പാവയ്ക്ക കൊണ്ടാട്ടവും ഒഴിച്ചുകൂട്ടാനും അടക്കം അവൾ ഉണ്ടാക്കിയിരുന്നു. ആഹാ, എല്ലാം വെജിറ്റേറിയൻ ആണല്ലോ. അവൻ ഓരോന്നും രുചിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് നോൺ വെജ് ഉണ്ടാക്കാൻ വലുതായിട്ടൊന്നും അറിയില്ല, അവൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. നിഷ്കളങ്കമായ മുഖം. ഈ മുഖമാണ് ആദ്യമായി കണ്ടപ്പോൾ തന്നെ തന്റെ നെഞ്ചിൽ പതിച്ചത്. നിഷ്കളങ്കമായ മുഖവും കണ്ണുകളിലെ കുസൃതിയും ചുണ്ടുകളെ സദാ കാണുന്ന പുഞ്ചിരിയുമാണ് തന്നെ അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ കണ്ണുകൾ ഇപ്പോൾ കുസൃതിക്ക് പകരം നിർജീവമാണ്. ചുണ്ടുകളെ സദാ കാണുന്ന പുഞ്ചിരിയും ഇന്നില്ല. എപ്പോഴും കളിച്ചിരിയോടെ കുറുമ്പ് കാട്ടി നടക്കുന്ന അമ്മുവിന്റെ നിഴല് പോലും അവളിലില്ല എന്ന് വേദനയോടെ അവൻ മനസ്സിലാക്കി. അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായവരെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള ദേഷ്യം അവനിൽ ആളിക്കത്തി. അവൻ ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവളെ നോക്കിയതും അവളും അവനെ പരിഭ്രമത്തോടെ നോക്കി നിൽക്കുമായിരുന്നു. അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ടതും അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു.
ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നോൺ വെജിനോടാ കൂടുതൽ താല്പര്യമെങ്കിലും വെജും ആസ്വദിച്ച് തന്നെ കഴിക്കും. അതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ടുണ്ട്. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞതും അവളുടെ മുഖത്തും പരിഭ്രമം മാറി ചെറു ചിരി വിടർന്നു. പിന്നെ നോൺ വെജ് അറിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. ഞങ്ങളുടെ വല്യമ്മച്ചി അസലൊരു കുക്കാണ്. ഒരുവിധമുള്ള എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയാം. താൻ വേണമെങ്കിൽ വല്യമ്മച്ചിയുടെ ശിഷ്യത്വം സ്വീകരിച്ചോ. അവനൊരു തമാശ പോലെ പറഞ്ഞിട്ടും അവളുടെ ചുണ്ടിൽ ഒരു വാടിയ ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിഷമം മുറ്റി നിൽക്കുന്ന അവളുടെ മുഖം കാണും തോറും അവന്റെ നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പ്രതീതിയായിരുന്നു. അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ അവൻ വല്ലാതെ കൊതിച്ചു. ഒരു നിമിഷം അവൻ മറ്റെല്ലാം മറന്നുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. തിരിഞ്ഞു നിന്ന് അവളുടെ തോളി പിടിച്ച് തന്നിലേക്ക് ചേർക്കാനായി കൈ നീട്ടുമ്പോഴാണ് അവന്റെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദമാണ് അവന്റെ സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. പെട്ടെന്ന് തന്നെ അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കി. മെക്കിയപ്പയാണ് വിളിക്കുന്നത്. അമ്മുവിന്റെ വിവരം അറിഞ്ഞു കാണും. അതാ ഇപ്പൊ ഒരു വിളി. അവൻ അമ്മൂനെ ഒന്ന് നോക്കി. അവൾ അവനെയും കയ്യിലിരുന്ന് ബെല്ലടിക്കുന്ന ഫോണിനെ മാറി മാറി നോക്കുന്നുണ്ട്. നാട്ടീന്നാ വിളിക്കുന്നേ. അവളുടെ നോട്ടം കണ്ട് അവൻ പറഞ്ഞു. അതിന് അവൾ വെറുതെ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ. അവളെ ഒന്നുകൂടി നോക്കിയിട്ട് ഫോണും കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു.